നമസ്കാരം. ഒരു വർഷത്തിലേറെയായി തിങ്കളാഴ്ച തോറും വൈകിട്ട് 8 മണിക്ക് ഗുഡ്നസ് TV-യിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഭർഗോ ദേവസ്യ ധീമഹി ക്രിസ്തു ഭാഗവത ചർച്ച എന്ന ഞങ്ങളുടെ പരിപാടി പരിസമാപ്തിയിൽ എത്തുകയാണ്. അപ്പോൾ ഒരു സമാപന സമ്മേളനത്തോടു കൂടി വേണം അത് പൂർത്തിയാക്കുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ സമാപന സമ്മേളനത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന്, ദേവസ്യ സാറിൻ്റെ കുടുംബ അംഗങ്ങളുടെ ഒരു സംഘം, അതാണ് ഇവിടെ ചേരുന്നത്. കുടുംബാംഗങ്ങളുടെ ഒരു സംഗമം, അതിനെ തുടർന്ന് ഒരു സാഹിത്യ സദസ്സ്. അപ്പോൾ ഇവിടെ എനിക്ക് പിറകിലായിട്ട് ദേവസ്യ സാറിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്. ദേവസ്യ സാറിൻ്റെ മകൻ, ദേവസ്യ സാറിൻ്റെ മരുമകൾ തുടങ്ങി ഒട്ടേറെ ദേവസ്യ സാറിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ജെയിംസ്, പ്രൊഫസർ PC ദേവസ്യയുടെ 2ാമത്തെ പുത്രൻ. പിതാവിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒട്ടനവധി സംഭവങ്ങൾ മനസ്സിൻ്റെ തിരശ്ശീലയിൽ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നവതി വേളയിൽ പത്രലേഖകർ വന്ന് ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് സാറിൻ്റെ ഈ ദീർഘായുസിൻ്റെ രഹസ്യം? അപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൽ രഹസ്യമൊന്നുമില്ല, 89 കഴിഞ്ഞ് 90 ഇനി അടുത്തത് 91 ആയിരിക്കും. അതല്ല, എന്നാലും സാറിന് ഈ പ്രായത്തിൽ ഇത്ര സജീവമായി ജീവസുറ്റതായി നടക്കുവാനും പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും സാധിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു നിമിഷ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, മനസ്സിന് താങ്ങാനാവാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും പരിധി വിടരുത്, മനസ്സിനെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ സന്തോഷം വരുമ്പോഴും എപ്പോഴും അമിതമായി സന്തോഷിക്കരുത്, അതും ഒരു പരിധിക്കുള്ളിൽ നമ്മൾ നിർത്തുക. അതായത് മനോനിയന്ത്രണം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എല്ലാത്തരം സാഹചര്യങ്ങളെയും അതിജീവിക്കാം. 2ാമതൊന്ന്, സസ്യാഹാരം ശീലിക്കുക എന്നതാണ്. അപ്പം എൻ്റെ പിതാവ് ആദ്യകാലങ്ങളിൽ, പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത്, എല്ലാവരെയും പോലെ വികൃതി കാട്ടി നടന്ന ഒരാളായിരുന്നു. മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണതിനെ തുടർന്ന് അജമാംസ രസായനം ഉപയോഗിക്കാൻ വൈദ്യൻ കൽപ്പിച്ചു. അങ്ങനെ ആ നാളുകളിൽ മാത്രം അജമാംസം ഭുജിക്കുമായിരുന്നു. പക്ഷേ നാള് പിന്നിട്ടപ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഷഷ്ഠ്യബ്ദ പൂർത്തിക്ക് ശേഷം അദ്ദേഹം സസ്യാഹാരം മാത്രമേ ശീലിക്കാറുള്ളൂ. അതൊരു നിഷ്ഠയായി തന്നെ കൊണ്ട് നടന്നിരുന്നു. ഞാൻ ദേവസ്യ സാറിൻ്റെ 2ാമത്തെ മകൻ ജെയിംസിൻ്റെ ഭാര്യ ടെസ്സിയാണ്. എനിക്ക് അച്ചാച്ചനെ കുറിച്ച് വളരെ നല്ല ഓർമ്മകളാണ് ഉള്ളത്. അച്ചാച്ചൻ വളരെ കൃത്യനിഷ്ഠ ഉള്ള ഒരാളാണ്. ഭക്ഷണത്തിനായാലും പിന്നെ എക്സർസൈസ്, നടത്തം, അതൊക്കെ അദ്ദേഹം പതിവാക്കിയിരുന്നു. എന്നെ ക്രിസ്തുഭാഗവതം എന്ന പുസ്തകം പഠിപ്പിക്കുകയുണ്ടായി. ഞാൻ എഴുതിയത് എന്താണെന്ന് നീ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിലെ മുഴുവനും ശ്ലോകങ്ങളും എല്ലാം എന്നെ പഠിപ്പിച്ചു തന്നു. പിന്നെ അച്ചാച്ചന് വീട്ടിൽ ആര് വന്നാലും അവരെ നല്ലവണ്ണം സൽക്കരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു മരക്കഷ്ണമോ തടി കഷ്ണമൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ശില്പങ്ങളൊക്കെ കൊത്ത് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഫുൾ ടൈം അച്ചാച്ചൻ ആക്റ്റീവായിരുന്നു. ഞാൻ ലിസി, പ്രൊഫസർ PC ദേവസ്യയുടെ 5 മക്കളിൽ ഏറ്റവും ഇളയവളാണ്. ഞങ്ങൾ 5 മക്കളിൽ ആരെയെങ്കിലും സംസ്കൃതം പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പറിച്ചു നട്ടത്.
ആദ്യമൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് തോന്നി ആ ഒരു പറച്ചുനടിയിലാണ് എൻ്റെ സകല ഉയർച്ചയ്ക്കും കാരണമായത്. അങ്ങനെ പിന്നെ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഏറ്റവും ഓർമ്മയുള്ളത് അദ്ദേഹത്തിൻ്റെ നടത്തം, കൈവീശിയുള്ള അദ്ദേഹത്തിൻ്റെ നടത്തവും, ഏറ്റവും ഇളയവളായതുകൊണ്ട് തന്നെ എന്നോട് പ്രത്യേക വാത്സല്യവുമായിരുന്നു. എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഉടനെ എന്നെ വിളിച്ചാണ് തന്നിരുന്നത്. എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ ക്രിസ്തുഭാഗവതത്തിൻ്റെ വരികൾ ഞാൻ അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുത്തു. എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അദ്ദേഹം ഇരുന്നു ആണ് കണ്ണടച്ചത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. എൻ്റെ പേര് സജി എബ്രഹാം എന്നാണ്. ഞാൻ ദേവസ്യ സാറിൻ്റെ രണ്ടാമത്തെ മകൻ ജെയിംസിൻ്റെ രണ്ടാമത്തെ മകൾ ദീപയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പിതാവിനും മാതാവിനും ദേവസ്യ സാറിനെ നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അവരിലൂടെയാണ്. ഞാൻ കല്യാണം കഴിച്ച് ഒക്ടോബർ 1, 2006 കല്യാണം കഴിച്ചത്. അപ്പോൾ അന്ന് കല്യാണം കഴിച്ചിട്ട് എനിക്ക് ദേവസ്യ സാറിൻ്റെ നിന്ന് എനിക്കും ദീപയ്ക്കും അനുഗ്രഹം മേടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ. കാരണം പല രംഗത്തും കഴിവ് തെളിയിച്ച വ്യക്തിയും വളരെ അറിയപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഒരു അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ആ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ ജോസഫ് മാനുവൽ, ഇളയ മകളുടെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 25 വർഷം അടുത്ത് അറിയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സംസ്കൃതം പഠിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ പഠിക്കാൻ പറ്റുന്നത് സംസ്കൃതം അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിച്ചു, എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 7-8 വർഷം കൊണ്ട് എൻ്റെ ആദ്യത്തെ ഒരു പബ്ലിക്കേഷൻ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലുടനീളം എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. പിന്നെ ചില പുസ്തകങ്ങളൊക്കെ, ഉദാഹരണത്തിന് ബീഡ് ഗ്രിഫിത്സിൻ്റെ റിട്ടേൺ ടു ദ സെൻറ്റർ എന്ന പുസ്തകം എന്നെ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. ഈ 2 ജീവിതങ്ങളും വളരെയധികം സമാനതകളുള്ള ജീവിതമാണ്. തീർച്ചയായിട്ടും കൂടുതൽ പഠിക്കേണ്ട 2 വ്യക്തികളുമാണ് ഇത് രണ്ടും. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കരിയർ തന്നെ രൂപപ്പെട്ടു വന്നത്. എൻ്റെ അച്ചായനുമായിട്ടുള്ള അടുപ്പത്തിലൂടെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ PC ദേവസ്യയുടെ രണ്ടാമത്തെ മകനായ ജെയിംസിൻ്റെ മകളാണ് ഞാൻ. എൻ്റെ പേര് ദീപ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ വെല്ലിച്ചാച്ചൻ ചാരുകസേരയിൽ ഇരിപ്പുണ്ടാവും. അവിടെ ഒരു പ്ലൈവുഡിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ നിറയെ വെള്ള കടലാസുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടരികത്തായിട്ട് മഷിക്കുപ്പിയും വെച്ചിട്ടുണ്ട്. ഫൗണ്ടൻ പെൻ വെച്ച് വെല്ലിച്ചാച്ചൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് കാണാം. പിന്നെ വെല്ലിച്ചാച്ചന് ഞങ്ങൾക്ക് ബ്ലാക്ക് ബോർഡെല്ലാം പണിത് തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ടേബിള്, കസേര, ഇതെല്ലാം പണിയുമ്പോൾ ആശാരിമാർ വീട്ടുമുറ്റത്ത് വന്നിരുന്ന് പണി ചെയ്യും. അപ്പോൾ വെല്ലിച്ചാച്ചൻ്റെ കയ്യിലുള്ള ഉളിയും ചുറ്റികയും ഒക്കെ വെച്ച് ഓരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വെല്ലിച്ചാച്ചന് കൃഷിക്കാര്യങ്ങളിൽ വളരെ തൽപരനായിരുന്നു. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നോടും എൻ്റെ അനിയൻ ഡിസ്നിയോടും കാലെല്ലാം കഴുകിയിട്ട് വരാൻ പറയും. വന്നു കഴിയുമ്പം അവിടെ കുരുമുളക് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് ഞങ്ങളുടെ കാല് വെച്ച് മെതിച്ച് അത് സെപ്പറേറ്റ് ആക്കുമായിരുന്നു. അതെല്ലാം അന്ന് കുട്ടിക്കാലത്ത് വളരെ രസകരമായിരുന്നു. പിന്നെ അനിയനെ കൊണ്ട് പറമ്പെല്ലാം കിളയ്ക്കും. വെല്ലിച്ചാച്ചനും കൂടെ കൂടും. പിന്നെ ഞങ്ങളുടെ അവധിക്കാലത്ത് എല്ലാ കസിൻസും ഒത്തുകൂടുന്ന സമയമായിരുന്നു. അപ്പോൾ വെല്ലിച്ചാച്ചൻ കൊച്ചുമക്കൾക്കായിട്ട് അവിടെ ഒരു വലിയ പുളിമരമുണ്ട്. അതിൽ ഊഞ്ഞാല് കെട്ടിയിട്ട് ഞങ്ങൾക്ക് കളിക്കാനും ഒക്കെ തയ്യാറാക്കി തരുമായിരുന്നു. ഞങ്ങൾ കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വെല്ലിച്ചാച്ചൻ അക്ഷരശ്ലോക മത്സരം നടത്തും.
അതിനായി ഞങ്ങൾക്ക് കുറച്ച് കവിതകളെ അറിയത്തുള്ളൂ. പക്ഷേ വെല്ലിച്ചാച്ചന് ഉള്ളൂരിൻ്റെയും കുമാരനാശാൻ്റെയും എല്ലാ കവിതകളും അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് കവിത വായിക്കാനായിട്ട് അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങൾ തരും. അത് വെച്ച് ഞങ്ങൾ അക്ഷരശ്ലോക മത്സരം നടത്തുമായിരുന്നു. പിന്നെ ഞങ്ങൾ കൊച്ചുമക്കൾക്കായിട്ട് പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. അത് ഷെയ്ഡിങ് എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെല്ലിച്ചാച്ചൻ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ വെല്ലിച്ചാച്ചനെ കാണാനായിട്ട് പല പ്രശസ്ത വ്യക്തികളും അവിടെ വന്നിരുന്നു. ബാബു പോൾ സാറ്, സുകുമാർ അഴീക്കോട് സാറ്, പിന്നെ ഓണക്കൂർ സാറ് ഞങ്ങളുടെ അയൽക്കാരാണെങ്കിലും കുടുംബ സുഹൃത്തുക്കളായിരുന്നു. ഓണക്കൂർ സാറിൻ്റെ മകളും ഞാനും ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ സാർ അവിടെ വന്ന് സാഹിത്യ ചർച്ചകൾ നടത്തും, കുടുംബകാര്യങ്ങൾ പറയും. അങ്ങനെ ഒരു നല്ല ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നെ പലരും സംസ്കൃതം പഠിക്കാൻ വെല്ലിച്ചാച്ചൻ്റെ അടുത്ത് വരുമായിരുന്നു. സണ്ണിയച്ചൻ, പിന്നെ ഹോളണ്ടിൽ നിന്ന് മാർട്ടിൻ എന്നൊരു സായിപ്പ് വന്നിരുന്നു. അങ്ങനെ പലരും വെല്ലിച്ചാച്ചൻ്റെ അടുത്ത് വന്ന് സംസ്കൃതം പഠിക്കുകയും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെല്ലിച്ചാച്ചനോട് വന്ന് മലയാളത്തിൻ്റെ സംശയ നിവാരണത്തിനായി വരുമായിരുന്നു. പിന്നെ പ്രശസ്തനായ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും 3-4 പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം വെല്ലിച്ചാച്ചനെ വിളിക്കുന്നത് മാഷേന്നാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ സാഷ്ടാംഗം വീണ് വെല്ലിച്ചാച്ചനെ നമിക്കും. ഒരു ഗുരുവന്ദനം ആയിരുന്നു. അപ്പം വെല്ലിച്ചാച്ചൻ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം അതൊന്നും ചെവി കൊള്ളില്ല. വെല്ലിച്ചാച്ചന് സാഷ്ടാംഗം വീണ് ഗുരുവന്ദനം നടത്തിയ ശേഷമേ അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുകയുള്ളൂ. പിന്നെ അവർ രണ്ടുപേരും സാഹിത്യ ചർച്ചകളും ഒക്കെ ആയിട്ടിരിക്കുന്ന കാണാം. അപ്പോൾ ഇത്രയും എളിമയോടെ ഉള്ള സാഹിത്യകാരന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിച്ചു. എൻ്റെ പേര് ബിപിൻ. ഞാൻ ദേവസി സാറിൻ്റെ മൂത്ത മകൻ്റെ ഇളയ മകനാണ്. വെല്ലിച്ചാച്ചനെ പറ്റി ഒരുപാട് സന്തോഷകരമായ രസകരമായ ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഉണ്ട്. അതിൽ ചിലത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും വെല്ലിച്ചാച്ചനും കൂടെ ഒരുപാട് തവണ തിരുവനന്തപുരത്തിനും കോട്ടയത്തിനും ഇടയിൽ ഒരുപാട് ട്രെയിൻ യാത്രകൾ നടത്തിയിരുന്നു. ഈ ട്രെയിൻ യാത്രകളിലെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷണലായിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു തരുമായിരുന്നു. അത് ഞങ്ങളുടെ എല്ലാം ജീവിതത്തെ വളരെയേറെ പോസിറ്റീവായി സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ജിമ്മി ചാച്ചൻ പറഞ്ഞതുപോലെ വളരെ അക്ഷോഭ്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എത്ര സന്തോഷകരമായ വാർത്ത കേട്ടാലും എത്ര ദുഃഖകരമായ വാർത്ത കേട്ടാലും വളരെ അക്ഷോഭ്യനായി അത് സ്വീകരിക്കുകയും അതിന് അടുത്ത നടപടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ PC ദേവസ്യ സാറിൻ്റെ മൂത്ത മകനായ ജോസിൻ്റെ മരുമകളാണ്. എനിക്ക് വെല്ലിച്ചാച്ചനുമായിട്ട് നേരിട്ടിടപെടാൻ അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എങ്കിലും പല കാരണങ്ങളാൽ എനിക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദർ ഇൻ ലോയായ PD ജോസ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നൊരു ബുക്കാണ്. അത് എഴുതുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് എഴുതുമ്പോഴും ചാച്ചൻ പറയുമായിരുന്നു, വെല്ലിച്ചാച്ചൻ നൽകിയ ഓരോ അറിവ് വെച്ചാണ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയും ഭാര്യയുടെ മരണശേഷം ദുഃഖിതനായിരുന്ന മകന് ഒരു പുതിയ കാര്യത്തിലേക്ക് കടക്കാനായിട്ടാണ് വെല്ലിച്ചാച്ചൻ, അതായത് PC ദേവസ്യ സാർ ഈ ബുക്ക് കൊടുത്തിരുന്നത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അത് മാക്സിമം പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് മകനായ PD ജോസിന് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ പറ്റുന്ന എല്ലാ സഹായവും ആ സമയത്ത് ഞാൻ ചെയ്യുകയും ഓരോ ദിവസവും വെല്ലിച്ചാച്ചനെ പറ്റി, സ്വന്തം പിതാവിനെ പറ്റിയുള്ള ഓർമ്മകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചാച്ചൻ ഈ ബുക്ക് പൂർത്തിയാക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്തെല്ലാം PC ദേവസ്യ സാറിൻ്റെ അച്ചടക്ക കാര്യങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ ആരോഗ്യം എങ്ങനെ കാത്തുപാലിക്കണം എന്ന കാര്യത്തെപ്പറ്റിയും ഇവർക്ക് നൽകിയ ഉപദേശത്തെ പറ്റിയുമൊക്കെ എപ്പോഴും സംസാരിക്കുമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാകാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ദേവസ്യ സാറിൻ്റെ സഹോദരി പുത്രനാണ്. ഞങ്ങളുടെ എല്ലാം കുഞ്ഞിച്ചായൻ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. ദേവസ്യ സാറിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം എല്ലാവരും അനുഭവിച്ചറിഞ്ഞവരാണ്. പ്രത്യേകിച്ച് ഒരു കരുതൽ എല്ലാ കുടുംബാംഗങ്ങളോടും പുള്ളി കാണിച്ചിരുന്നു. അതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു കുഞ്ഞിച്ചായനെയാണ് ഞങ്ങളുടെ എല്ലാം സ്മൃതിപഥത്തിൽ ഇപ്പോഴും ഉള്ളത്. വളരെ നന്ദി ഹൃദ്യമായ ഓർമ്മകൾ പങ്കുവെച്ചതിന്. നമുക്ക് ഇന്നത്തെ ഈ കുടുംബസംഗമത്തിലൊരു വിശിഷ്ടാതിഥി കൂടിയുണ്ട്. ദേവസ്യ സാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും സാറിന് അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അതെ, സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനാണ് ഇന്നിവിടെ വിശിഷ്ടാതിഥിയായിട്ടുള്ളത്. അച്ഛനെ ദേവസ്യ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനായി സാദരം ക്ഷണിക്കുന്നു. ഞാൻ 1999, 2000 ആണ്ടുകളിലാണ് സാറിൻ്റെ കീഴിൽ സംസ്കൃതം പഠിക്കുവാനായിട്ട് അവസരം കിട്ടിയത്. അപ്പോൾ സാറ് താമസിച്ചിരുന്നത് ഇളയ മകനായിട്ടുള്ള ജെയിംസ് സാറിനോടൊപ്പമായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഒരു 9-9:30 ആകുമ്പോഴത്തേനും പഠിക്കാൻ വരും, ഉച്ചയോടുകൂടി പോകും. അപ്പോൾ ഈ കുടുംബാംഗങ്ങളെല്ലാവരും നല്ല ഒരു കുടുംബാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിരുന്നു. ഞങ്ങളുടെ പഠനത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ടീ ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് ലിസി ചേച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും കാപ്പി നൽകുന്നത്. അങ്ങനെ വളരെ ഫീൽ അറ്റ് ഹോം നമ്മൾ പറയാൻ, അങ്ങനെ നല്ല കുടുംബാന്തരീക്ഷത്തിലാണ് പഠിക്കാനായിട്ട് സാധിച്ചത്. 24 വർഷത്തിന് ശേഷം ഇവരെ ഒരുമിച്ച് കാണുവാനായിട്ട് സംസാരിക്കാനും സാധിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ദേവസ്യ സാറിൻ്റെ 4ാം തലമുറയിലെ കുഞ്ഞുങ്ങളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവർ ഓരോരുത്തരെയായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം നിൽക്കുന്നത് വർഷ, എൻ്റെ മകൾ ദീപയുടെയും സജിയുടെയും പുത്രിയാണ്. രണ്ടാമത് നിൽക്കുന്നത് ജോയൽ, വർഷയുടെ സഹോദരൻ. അടുത്ത് നിൽക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ PD ജോസിൻ്റെ പുത്രൻ ബിബിൻ്റെയും ബിന്ദുവിൻ്റെയും ഇളയ പുത്രൻ ആഷിൻ. അടുത്ത് നിൽക്കുന്ന ആ ഉയരമുള്ള ആൾ, അദ്ദേഹം ആഷിൻ്റെ ജ്യേഷ്ഠനാണ്. അബി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആബ്നർ. ദേവസ്യ സാറുമായി ഏതാനും മണിക്കൂറുകൾ ഇടപഴകിയവർ പോലും ദേവസ്യ സാറിനെ ആജീവനാന്തം ഓർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബാംഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഇവിടെ ദേവസ്യ സാറിനെ കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മകളാണ് ഇവിടെ ഓരോ കുടുംബാംഗവും ഓർത്തെടുത്തത്. ദേവസ്യ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന കുടുംബസംഗമമാണ് ഇവിടെ പരിസമാപ്തിയിലെത്തുന്നത്. നമസ്കാരം. ഒരു വർഷത്തിലേറെയായി തിങ്കളാഴ്ച തോറും വൈകിട്ട് 8 മണിക്ക് ഗുഡ്നസ് TV-യിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പ്രൊഫസർ PC ദേവസ്യ എഴുതിയ ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത മഹാകാവ്യത്തെ ആധാരമാക്കി 30 മിനിറ്റ് ദൈർഘ്യമുള്ള 50 എപ്പിസോഡുകളോടുകൂടി ഭർഗോ ദേവസ്യ ധീമഹി ക്രിസ്തു ഭാഗവത ചർച്ച എന്ന പേരിൽ ഞങ്ങൾ തുടക്കം കുറിച്ച പുസ്തക നിരൂപണ പരിപാടി അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുകയാണ്. ഈ അവസരത്തിൽ കവിയുടെ ഭവനം നിലകൊള്ളുന്ന തിരുവനന്തപുരത്തെ നാലാഞ്ചിറയിൽ നിന്ന് അനത്തി ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന പരുത്തിപ്പാറയിലെ പാഴൂർ ബാങ്ക്വറ്റ് ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതാ നമ്മൾ ഇവിടെ ഒരു സമാപന സമ്മേളനം കൂടിയിരിക്കുകയാണ്. ഓണക്കൂർ സാർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ സമാപന സമ്മേളന വേദിയിലുണ്ട്. സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പ്രാർത്ഥന ചൊല്ലാനായി
അതുല്യ രാജേഷ് എന്ന 10ാം തരം വിദ്യാർത്ഥിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പാപഹരണായ ദേവി ഭുവി ജാതമാഹുത കളേബരം ത്വത്തനൂജമവലംബ്യ സൂചിത പുരാണ ഭാരത കഥാന്വിതം സംസ്കൃതേന ഗുരുഭക്തിപൂരിതധിയാ മയാ കൃതമിദം നവം ക്രിസ്തു ഭാഗവതമർപ്പയാമി മരിയാംബികേ തവ പദാന്തികേ ക്രിസ്തു ഭാഗവതമർപ്പയാമി മരിയാംബികേ തവ പദാന്തികേ. ഏതൊരു പരിപാടിയിലും പ്രാർത്ഥനയ്ക്ക് സാധാരണയായി ആരും തന്നെ, അത് സംഘാടകരാട്ടെ സദസ്യരാട്ടെ, ഒരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. ആലപിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നാൽ മൗന പ്രാർത്ഥനയായിക്കൊള്ളട്ടെ എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചു കാണാറ്. ഇവിടെ നമ്മുടെ പരിപാടിയിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരു വൈശിഷ്ട്യമുണ്ട്. ദേവസ്യ സാർ താൻ തന്നെ പണിപ്പെട്ടു കണ്ടെത്തിയ മാതാവിൻ്റെ അത്യപൂർവവും ദിവ്യത്വം വർഷിക്കുന്നതുമായ ഒരു ചിത്രത്തിന് കീഴെ താൻ ഈ കൃതി മാതാവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു കൊള്ളുന്നുവെന്ന് ദ്യോതിപ്പിക്കുമാറ് ഭക്തി പുരസ്സരം കുറിച്ചിട്ട പദ്യമാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്തതും അതുല്യ രാജേഷ് ഇവിടെ ഇപ്പോൾ ആലപിച്ചതും. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. കാര്യപരിപാടിയിൽ ഞങ്ങൾ വിശേഷണം ചേർക്കാത്ത ഒരാളേ ഉള്ളൂ. അത് ജെയിംസ് സാറാണ്. തികച്ചും അസൂയാവഹമായ വിശേഷണം. പ്രൊഫസർ PC ദേവസ്യ സാറിൻ്റെ പുത്രൻ എന്നത് സാറിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒന്നാണല്ലോ. അതിനു മുമ്പിൽ മറ്റു വിശേഷണമൊക്കെ അപ്രസക്തങ്ങളാണ്. ശ്രീ ജെയിംസ് ദേവസ്യ അവറുകളെ, അതിഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കാനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബന്ധുജനങ്ങളെ, എൻ്റെ ജീവിതത്തിലെ തികച്ചും അസുലഭമായ ഒരു മുഹൂർത്തമാണിത്. മരിച്ച് മൺമറഞ്ഞിട്ടും ഞങ്ങളുടെ ഓർമ്മകളിൽ 18 വർഷം കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തെ വീണ്ടും പ്രകാശമാനമാക്കാൻ ശ്രമിച്ചത് ഗുഡ്നസ് ടിവിയും അതിൻ്റെ പ്രവർത്തകരുമാണ്. സാഹിത്യകാരൻ, കവി, പത്രാധിപർ, ഭാഷാ പണ്ഡിതൻ, വിവർത്തകൻ, ചിത്രകലാകാരൻ, ശില്പി എന്നിങ്ങനെ നാനാമുഖങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ പിതാവിൻ്റേത്. അതിലോരോന്നിലും അദ്ദേഹം തൻ്റെ അവഗാഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ പ്രിയപ്പെട്ട നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂറിനെയാണ്. സർ, അങ്ങേയറ്റം വിനയത്തോടെ അങ്ങയെ ഈ യോഗത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കാമെന്ന് സദയം സമ്മതിച്ചത് ഗുഡ്നസ് ടിവിയുടെ MD ആയ ഫാദർ ഡോക്ടർ അലക്സ് ചാലങ്ങാടി അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് അധ്യക്ഷതനായി സ്വാഗതം ചെയ്യുന്നു. തീർത്തും ആശങ്കകളോടെയാണ് ഞാൻ മുൻ VC, മുൻ ചീഫ് സെക്രട്ടറി ശ്രീ R രാമേന്ദ്രൻ നായരെ ക്ഷണിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നത്. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ഡ്രസ്സൊക്കെ മാറി വളരെ ധൃതിയിൽ വരികയാണ്. ഞാൻ അവിടെ കാത്തിരുന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നെത്തി. തുടർന്ന്
അദ്ദേഹം താൻ പങ്കെടുക്കാമെന്ന് ഏറ്റ യോഗത്തിൻ്റെ കാര്യം പാടെ മറന്ന് ദേവസ്യ സാറിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും ധാരാളം സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാണ് അദ്ദേഹം എന്നെ വിട്ടത്. അദ്ദേഹത്തെ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക്, ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൊഫസർ വി മാധവൻപിള്ള, അദ്ദേഹം റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ സംസ്കൃതത്തിൻ്റെ വിമൻസ് കോളേജ് തിരുവനന്തപുരത്തിൻ്റെ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫാദർ സണ്ണി കുരുവിള മണിയാക്കുപാറ, ഏതാണ്ട് 20-25 വർഷം മുമ്പ് അദ്ദേഹം പിതാവിൻ്റെ അടുത്തേക്ക് സംസ്കൃതം പഠിക്കാൻ വന്ന ആ ദിവസങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച സണ്ണി അച്ഛനെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പറ്റി ഞങ്ങളുടെ അയൽക്കാരനായി 4-5 വർഷം അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ ഈ യോഗത്തിലേക്ക് സാഭിമാനം സ്വാഗതം ചെയ്തുകൊള്ളും. ഡോക്ടർ എസ് സജന, അധ്യാപക വൃത്തി എന്ന് പറയുന്നത് പോലെ ശ്രേഷ്ഠകരമായ ഒരു വൃത്തി ഈ ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ എളിയ പ്രായത്തിൽ തന്നെ എന്തുമാത്രം ശിഷ്യ സമ്പത്തിനെയാണ് അവർ സമ്പാദിച്ചു കൂട്ടിയത്. ഡോക്ടർ എസ് സജനയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. ഭർഗോദേവസ്യ ധീമഹി എന്ന പരിപാടിയുടെ അവതാരകനും സംഘാടകനുമായ ശ്രീ എസ് നീലകണ്ഠൻ അവറുകളാണ്. എസ് നീലകണ്ഠനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓരോരുത്തരെയും പ്രത്യേകം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.